നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ഓട്ടോ തൊഴിലാളി യൂണിയൻ CATU പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. CATU പാനൂർ ഏരിയ പ്രസിഡന്റ് KK സുധീർ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CATU പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഓട്ടോ തൊഴിലാളികളുടെ മക്കളെ ആദരിച്ചു. പാനൂരിൽ നടന്ന ചടങ്ങ് CATU പാനൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK സുധീർ കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏരിയയിലും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പേര് വായിച്ചിട്ടുള്ള മിടുക്കന്മാരും മിടുക്കികളും ഇനിയും മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ വേണ്ടി നല്ല പരിശ്രമം നടത്തണമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. നിയത പ്രിയേഷ് പാനൂർ ഹൈസ്കൂളിലെ SFIയുടെ പ്രവർത്തകയായിരുന്നു. സ്കൂൾ ലീഡറായി പ്രവർത്തിച്ച മിടുക്കിയായ പെൺകുട്ടിയാണ്. ഇവിടെ വന്നിട്ടുള്ള മറ്റ് വിദ്യാർത്ഥികളെല്ലാവരും എനിക്ക് വ്യക്തിപരമായി നേരിട്ട് പരിചയമില്ലെങ്കിലും അവരെല്ലാം നമ്മുടെ മക്കളാണ്, തൊഴിലാളികളുടെ മക്കളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ഓട്ടോ തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പാനൂർ ഏരിയ സെക്രട്ടറി K സുജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കിരൺ കരുണാകരൻ, ഷിബിൻ A, ഷിൽജിത്ത് ഇല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. AMBI RDO എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായ പ്രേംനാഥ്, സജീഷ് VP എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. അത് മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളം അല്ലെ, നമ്മൾ സാക്ഷരതയും എല്ലാം നമുക്ക് കൂടുതലുള്ള രാജ്യമാണ് അല്ലെ, ഹ്യൂമൻ ഇൻഡെക്സ് ഒക്കെ നമ്മൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ റോഡ് സംസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയ വീഴ്ചകളുണ്ട് അല്ലെ. അതായത് ഒരു വർഷം 4500 പരം ആൾക്കാർ റോഡ് അപകടങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ മരിച്ചു വീഴുന്നുണ്ട്. കണക്ക് പറയുകയാണെങ്കിൽ ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു ജീവൻ പോകുന്നു. ഒരു ദിവസം നോക്കുകയാണെങ്കിൽ 12ഓളം ജീവൻ പോകുന്നു. സമഗ്ര ന്യൂസ് പാനൂർ.